ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ആദ്യമായി അധികാരത്തിൽ വന്ന സന്ദർഭം ഓർക്കുന്നുള്ളൂ. അതേ ചിത്രമാണ്. അവിടെ ഒരു ഭരണപരിചയവുമില്ല, ഒരു രാഷ്ട്രീയ പരിചയവും ഇല്ലാത്ത ഒരു നിര ആളുകൾ ഒന്നിച്ച് അസംബ്ലിയിലേക്ക് വരികയാണ്. അതേ നിലയിൽ ഇവിടെ ഇതിലിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറിമാരോ പ്രസിഡന്റ് വരെ MLA ആയിട്ടുണ്ടാവാം, ചിലപ്പോൾ മന്ത്രിമാരും ആവാം, അതും ആവാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം. പക്ഷേ ഞാനതിനെ രസകരമായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിയായ ആം ആദ്മി വരികയാണ് എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഈ രാഷ്ട്രീയ രംഗത്ത് വന്നാൽ എന്താണ് കുഴപ്പം? അവരൊക്കെ ഇതിലൂടെയാണല്ലോ കാര്യങ്ങൾ പഠിക്കുക. പക്ഷേ വിജയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഹെഡ് ചെയ്യുന്ന ആൾ തന്നെ അങ്ങനെ ആകുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ P. സഖായം എന്ന് പറയുന്ന ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വിരമിച്ച ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ ഏതോ ഒരു മണ്ഡലത്തിൽ, എനിക്ക് തോന്നുന്നു തിരുച്ചി ഈസ്റ്റോ അങ്ങനെ എന്തോ ഒരു മണ്ഡലത്തിൽ, അതായത് വിജയ് തന്നെ 2 മണ്ഡലത്തിൽ മത്സരിച്ച് 2ഇടത്തും ജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഒഴിയണമല്ലോ. അപ്പോൾ അവിടെ മത്സരിപ്പിച്ച് ആ IAS ഉദ്യോഗസ്ഥനെ നിയമസഭയിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടെന്ന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് കീ അഡ്വൈസർ എന്നല്ല, ഒരുപക്ഷെ ഒരു മന്ത്രി, പോർട്ട്ഫോളിയോ ഉള്ള ഒരു മന്ത്രിയായിട്ട് തന്നെ ചിലപ്പോൾ വരുമായിരിക്കും. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നത്തിന് കുറച്ചൊരു പരിഹാരം കാണാൻ എന്നുള്ളൊരു സംഗതിയുണ്ട്. അത് ചിലപ്പോൾ അത് അവിടെ ഒതുങ്ങില്ല. അത് ഭരണത്തിൻ്റെ തലങ്ങളിൽ മറ്റു തലങ്ങളിലുമൊക്കെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് എന്നുള്ള ആ നിലയിൽ അതിനൊരു ഹണ്ട് നടത്തുകയും ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവർ കൊണ്ടുവരികയും ചെയ്യുമായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ എക്സ്പീരിയൻസ് പരിഹരിക്കാനുള്ള അതിൻ്റെ കുറവ് പരിഹരിക്കാനുള്ള മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയത്വം കൂടി ചേർന്നിട്ടാണ്. ഇപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ 10-11 MLA പിന്തുണ ആവശ്യമാണ്. എവിടെ നിന്നാണ് അത് കിട്ടുക? അത് നോക്കുമ്പോൾ ഇപ്പോൾ BJP എന്ന് പറഞ്ഞു, BJPക്ക് ഒറ്റ MLA ഉള്ളൂ. BJPക്ക് ഒറ്റ MLA ഉള്ളൂ. അണ്ണാ DMK ആണ് ബാക്കിയുള്ള അവർ മത്സരിച്ച ബാക്കി ചെറിയ കക്ഷികളുമുണ്ട്. അപ്പോൾ അത് BJP ആ ഒരു MLA കൊണ്ട് കാര്യമില്ല. അവരും ആഗ്രഹിക്കുന്നുണ്ട്, BJP ആഗ്രഹിക്കുന്നുണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്താൽ കൊള്ളാമെന്ന്. പക്ഷേ ഈ ഒരു MLA മാത്രം വെച്ചിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല. വിജയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സഹായം കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരുപാട് പദ്ധതികളുടെ കാര്യത്തിലും അവരുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ അതൊരു സഹായമാവും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി വിജയ് ഓപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതും തമിഴ് ജനതയ്ക്ക് തൃപ്തികരമാവുകയും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുക, ചെറിയ പാർട്ടികൾ, അതിനൊപ്പമുള്ള ചെറിയ പാർട്ടി CPM-ഉം മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള പാർട്ടികൾ സപ്പോർട്ട് ചെയ്യുക. അത് ഒരു 11 MLA കൂടുതൽ വരുന്ന ബ്ലോക്കായിട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് അവർ DMK സഖ്യത്തിൽ നിന്ന് മാറുന്നു. കോൺഗ്രസും ഈ ചെറിയ കക്ഷികളും DMK സഖ്യത്തിൽ നിന്ന് മാറി വരികയും വിജയിയുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനാണ് സാധ്യത കൂടുതൽ എന്നാണിപ്പോൾ നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് 2 നിലയ്ക്ക് വളരെ പ്രധാനമാണ്. ഒന്ന്, ഈ എക്സ്പീരിയൻസ് മറികടക്കാൻ, ഇൻഎക്സ്പീരിയൻസ് മറികടക്കാൻ. ഇപ്പോൾ കോൺഗ്രസിന് അങ്ങനെയാണെങ്കിൽ 2 മന്ത്രിമാരെ വരെ ഓഫർ ചെയ്യണം എന്നുള്ളതാണ് TVKയുടെ പ്ലാൻ. അപ്പോൾ 2 മന്ത്രിമാർ അങ്ങനെ വരുന്നു, വേറൊരു ഭരണപരിചയത്തിലുള്ള വേറൊരു ഈ പറഞ്ഞ IAS ഓഫീസർ വരുന്നു. അങ്ങനെയൊക്കെ ഇതിനെ കുറച്ചൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സ്ഥാനത്തിലേക്ക് വരിക. മറ്റു കക്ഷികൾക്കും മന്ത്രിസ്ഥാനം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെ, അത് വരുന്നു. അതെ, VCK പട്ടാളി മക്കൾ കക്ഷി. ഓക്കെ, അപ്പോൾ അത് ആ നിലയിൽ കുറേയൊക്കെ മാനേജ് ചെയ്യും. ഇത് കൂടാതെ രാഷ്ട്രീയമായി അത് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ BJP വിരുദ്ധ രാഷ്ട്രീയത്തെ തുടരാൻ തമിഴ്നാട്ടിൽ ആ രാഷ്ട്രീയത്തിന് ഒരു നിലനിൽപ്പ്, ഒരു തുടർച്ച ഉണ്ടാക്കിയെടുക്കാൻ വിജയ്ക്ക് കഴിയും. അദ്ദേഹം BJPയെയും ദ്രാവിഡ പാർട്ടികളെയും ഒരുപോലെ എതിർത്തുകൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വെള്ളം ചേർക്കാതെ അദ്ദേഹത്തിനത് മുന്നോട്ട് കൊണ്ടുപോകാം. ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ വിജയ്ക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ കഴിയും. അത് ഒരുപക്ഷെ ഈ വോട്ട് എന്ന് പറയുന്നത് BJPക്ക് അനുകൂലമായ വോട്ടല്ലല്ലോ. അണ്ണാ DMKയും BJPയും ചേർന്ന ആ സഖ്യത്തിന് അനുകൂലമായ വോട്ടല്ല. അതുകൊണ്ട് BJPയെ വിളിച്ചുകൂട്ടി ആ വോട്ടിൻ്റെ ഒരു ജനഹിതത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന് വരാതിരിക്കാൻ ഈ ഒരു ആംഗിളിലുള്ള സഖ്യമാണ് കൂടുതൽ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് തമിഴ്നാടിന് നല്ലതും എന്നത് ഞാൻ പറയും. കാരണം അതിന് കോൺഗ്രസും കൂടി, നേരത്തെ കോൺഗ്രസ് താല്പര്യപ്പെട്ടിരുന്നു, TVKയോടൊപ്പം ചേരാൻ താല്പര്യപ്പെട്ടിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് കൊണ്ടാണ് അത് നടക്കാതെ പോയത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഇതുവരെ നമ്മൾ കാണേണ്ടത്, ഇതുവരെ DMK സ്വന്തം നിലയ്ക്ക് അവർ മാത്രമേ മന്ത്രിമാരായിട്ടുള്ളൂ. സഖ്യമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും ക്യാബിനറ്റിൽ അവർ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു സഖ്യ
മന്ത്രിസഭയായി മാറും എന്നുള്ള മാറ്റവും വരും. അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, എത്രയോ കാലത്തിന് ശേഷമാണ്, 10-30 വർഷത്തിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു സഖ്യ സർക്കാർ തമിഴ്നാട്ടിൽ വരിക. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു മൾട്ടി കളേർഡ് ആൻഡ് എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ്, പുറമേ നിന്നുള്ള ഔട്ട്സോഴ്സ് ചെയ്ത എക്സ്പീരിയൻസും എല്ലാം ചേർത്തിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കാണ് അത് പോകുന്നത് എന്നാണ് കാണുന്നത്. പക്ഷേ എന്ത് വന്നാലും ഭരിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നിടത്താണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടത്. ഈ കാലത്തിനിടയിൽ നമ്മൾ കണ്ട ഉദാഹരണം ആം ആദ്മി പാർട്ടിയുടേത് തന്നെയാണ്. അത് ആദ്യമൊക്കെ കുറേയൊക്കെ പിന്നെ എന്താ പറയുക ഡെലിവർ ചെയ്തു. പക്ഷേ പിന്നീട് അവരുടെ തന്നെ അതിനകത്ത് വന്ന പ്രശ്നങ്ങൾ കാരണം അത് തന്നെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. ഇവിടെ അത് സംഭവിക്കാതിരിക്കാനുള്ള മെക്കാനിസം കൂടി അവർ നേരത്തെ തയ്യാറാക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.